ജ്ഞാനസാഗർ ശിവബാബ പറയുന്നു, കുട്ടികൾക്ക് സദാ ബുദ്ധിയിലുണ്ടാകണം, നമ്മളുടേത് വാനപ്രസ്ഥ അവസ്ഥയാണ്. ഇപ്പോൾ വാണിയിൽ നിന്നും അകലെയായി വീട്ടിലേക്ക് പോകണം. ഞാൻ വീട്ടിലേക്ക് പോകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഇപ്പോൾ ഈ ശരീരം വിട്ട് വീട്ടിലേക്ക് പോകണം. ഈ ദേഹത്തിൻ്റെ സംബന്ധങ്ങളെയും മറന്ന് വീട്ടിലേക്ക് പോകണം. പരമധാമം സർവരുടെയും വീടാണ്. ബാബ വന്നിരിക്കുന്നു എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ. സെക്കൻഡിൽ വാണിയിൽ നിന്നും അകന്നുപോയി ഞാൻ ശാന്ത സ്വരൂപസ്ഥിതിയിൽ സ്ഥിതമാകുന്നു. ഞാൻ ജ്യോതി സ്വരൂപ ആത്മാ ശാന്ത സ്വരൂപസ്ഥിതിയിൽ സ്ഥിതമാണ്. ശബ്ദത്തിനുമുപരി ഈ സ്ഥിതിയിലിരിക്കുന്നു. ദേഹത്തിൻ്റെ ലോകത്തിലെ യാതൊരു ആകർഷണവും എന്നെ ആകർഷിക്കുന്നില്ല. ഞാൻ ആത്മാ ദേഹത്തിൽ നിന്നും ദേഹത്തിൻ്റെ സംബന്ധങ്ങളിൽ നിന്നും ഉപരാമമാണ്. ഞാൻ വാനപ്രസ്ഥിയാണ്. എങ്ങനെ ശിവബാബ സദാ വാണിയിൽ നിന്നും ദൂരെയാണ്, അതുപോലെ എനിക്കും വാണിയിൽ നിന്നും ദൂരെയാകണം. ഈ ശരീരം ഒഴിവാക്കി വീട്ടിലേക്ക് പോകണം. ഞാൻ അനുഭവം ചെയ്യുന്നു, വീട്ടിലേക്ക് പോകാനുള്ള ആഗ്രഹത്തിൽ ഞാൻ ബുദ്ധി കൊണ്ട് ഈ ശരീരം വിട്ട് വാണിയിൽ നിന്നും അകന്ന് നിർവാണധാമത്തിലേക്ക് പോകുന്നു. ഞാൻ ദിവ്യ നക്ഷത്രമായി തീവ്രഗതിയിൽ പറന്നുയരുന്നു. നിർവാണധാമത്തിലേക്ക്, അനന്തതയിലേക്ക് വ്യാപിച്ചിരിക്കുന്ന ബ്രഹ്മതത്വത്തിൽ 4 ഭാഗത്തും ഗോൾഡൻ റെഡ് ലൈറ്റ് വ്യാപിച്ചിരിക്കുന്നു. ശബ്ദലോകത്തിൽ നിന്നും ഉപരി ഈ ലോകത്തിൽ 4 ഭാഗത്തും അതിരറ്റ ശാന്തിയാണ്. സുപ്രീം സൈലൻസ് അനുഭവം ചെയ്യുന്നു. ഞാൻ ആത്മാ എൻ്റെ വീടായ പരമധാമത്തിൽ വാനപ്രസ്ഥാവസ്ഥയിൽ സ്ഥിതമാകുന്നു. ഞാൻ പരമധാമ നിവാസി ആത്മാ എൻ്റെ അനാദി ജ്യോതിബിന്ദു സ്വരൂപത്തിലിരിക്കുന്നു. മറ്റൊരു സ്മൃതിയുമില്ല, ബുദ്ധിയുടെ അലങ്കോലമില്ല. തീർത്തും അചഞ്ചലമായിരിക്കുന്നു. ദിവ്യ ബുദ്ധി നേത്രം ജ്യോതിബിന്ദു ശിവബാബയിൽ സ്ഥിരമാകുന്നു. എൻ്റെ പരമധാമത്തിൽ ഞാനും ബാബയും മാത്രം. ഞാൻ ബിന്ദു ആത്മാ, സുപ്രീം ബിന്ദു ശിവബാബ, മറ്റാരുമില്ല.
ബിന്ദുവായി സുപ്രീം ബിന്ദു സ്നേഹ സിന്ധുവിൽ ഞാൻ സമാവേശമാക്കുന്നു. പരമധാമത്തിൽ പരമാത്മാ ശിവബാബയുടെ കൂടെ പരം ശാന്തിയുടെ അനുഭവം ചെയ്യുന്നു. വാണിയിൽ നിന്നും സദാ അകന്നിരിക്കുന്നു. പരമാത്മാ ശിവബാബയുടെ സമാനം വാനപ്രസ്ഥ അവസ്ഥയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ നിരഹങ്കാരിയാണ്, നിഷ്കാമ സേവാധാരിയാണ്. മുഴുവൻ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദവി കുട്ടികൾക്ക് നൽകി സ്വയം വാനപ്രസ്ഥത്തിൽ പോയിരിക്കുന്നു. ബാബയുടെ സന്ദേശം മുഴുവൻ വിശ്വത്തെയും അറിയിക്കണം. ദുഃഖഹർത്താവിൻ്റെയും സുഖകർത്താവിൻ്റെയും കുട്ടികൾ ആർക്കും ദുഃഖം കൊടുക്കരുത്. സുഖദാതാ ബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ, ഫോളോ ചെയ്യുകയാണെങ്കിൽ അരകൽപ്പത്തേക്ക് സുഖധാമത്തിലേക്ക് പോകും. ഈ സന്ദേശം ജീവിതത്തിൽ ധാരണ ചെയ്യുന്നവർ 21 ജന്മത്തേക്ക് മായയുടെ അബോധാവസ്ഥയിൽ നിന്നും രക്ഷപ്പെടും. ബാബ പരിധിയില്ലാത്ത അച്ഛനാണ്. നിഷ്കാമ സേവനം ചെയ്യുന്നു. കുട്ടികളെ വിശ്വത്തിൻ്റെയും സുഖധാമത്തിൻ്റെയും അധികാരിയാക്കി മാറ്റുന്നു. ഞാൻ ബാബയെയും സമ്പത്തിനെയും ഓർമ്മിക്കുന്നു. ബാബ ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നു. സുഖത്തിൻ്റെ സമ്പത്ത് പ്രാപ്തമാക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. അബോധാവസ്ഥയിൽ നിന്നും ഉണർത്താനുള്ള സഞ്ജീവനി മരുന്ന് നൽകുന്നതാണ് മന്മനാഭവ. ബാബ നിരാകാരനും നിരഹങ്കാരിയുമാണ്. ബാബ സത്യമായ അച്ഛനും ടീച്ചറും സദ്ഗുരുവുമാണ്. ഭക്തി വിശാലമാണ്. ജ്ഞാനത്തിൽ ഒരു തവണ മുങ്ങുന്നതിലൂടെ സദ്ഗതി ലഭിക്കുന്നു. ലോകത്തിൻ്റെ ചരിത്രവും ഭൂമിശാസ്ത്രവും ബുദ്ധിയിൽ ധാരണ ചെയ്യുകയും ചെയ്യിപ്പിക്കുകയും ചെയ്യുന്നവർ ഉയർന്നതിലും ഉയർന്ന പദവി പ്രാപ്തി ചെയ്യുന്നു. ബാബയ്ക്ക് സമാനം ആജ്ഞാകാരിയായി മാറണം. ഒരിക്കലും ഒരു കാര്യത്തിലും അഹങ്കാരം കാണിക്കരുത്. നിരാകാരിയും നിരഹങ്കാരിയുമായിരിക്കണം. ഞാൻ നിശ്ചയബുദ്ധിയായി ശ്രീമതത്തിലൂടെ നടക്കുന്നു. ആത്മീയ യാത്രയിൽ കഴിയുന്നു. ഞാൻ ബാബ നൽകിയ വരദാനത്തിൻ്റെ സ്വരൂപമാകുന്നു. പുരുഷാർത്ഥമെന്ന വാക്കിനെ യഥാർത്ഥ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ട് സദാ മുന്നേറുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥിയാകുന്നു. യഥാർത്ഥ പുരുഷാർത്ഥി ഒരിക്കലും തോൽക്കില്ല. പുരുഷാർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് സ്വയത്തെ ആത്മാവെന്ന് മനസ്സിലാക്കി നടക്കുക. ആത്മീയതയിൽ കഴിഞ്ഞ് സദാ ലക്ഷ്യത്തെ മുന്നിൽ വെച്ച് നടക്കുന്നു. ഒരിക്കലും വീണുപോകില്ല. മാസ്റ്റർ സർവശക്തിവാന്റെ സ്മൃതിയിൽ കഴിയുന്നു. ഈ സ്മൃതിയാണ് അധികാരി സ്മൃതി നൽകുന്നത്. ഓം ശാന്തി.